ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് ആകാശാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആശമോളെ കുത്തിയിരിക്കുന്നത് കണ്ടോ? ആശമോളെ ഇങ്ങോട്ട് നോക്ക്, അവിടെ ആയിരിക്കുന്നത്? അവിടെ ആണോ? ആരെങ്കിലും ഉണ്ടോ? ഇങ്ങോട്ട് നോക്ക്, ക്യാമറയിലോട്ട് അങ്ങോട്ട് നോക്കൂ. ഹായ് പറഞ്ഞേ ആകാശമോളെ, ഹായ് പറഞ്ഞേ. അയ്യോ, ഈ കുഞ്ഞിൻ്റെ ചാനലാന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുഞ്ഞു മിണ്ടാതിരുന്നാൽ ഞാനെന്ത് ചെയ്യും? മിണ്ട് കുഞ്ഞേ. ഹായ്, ആവശ്യമുള്ള സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ഇവിടെ ഭയങ്കര ചൂടാണ്, നാട്ടിലും ഭയങ്കര ചൂടാണ്, വിയർത്ത് ഒലിക്കുവാണെന്നൊക്കെ പപ്പയെ വിളിച്ചപ്പോൾ പറയുന്നത് കേട്ടു കേട്ടോ. ഇവിടെയും ചൂടുണ്ട് കേട്ടോ, ഫുൾ ടൈം ഇവിടെ എ സിയിലാണ് ആകാശം. അല്ലേ ആവട്ടെ, അമ്മ കഴിക്കാതിരിക്കുന്ന ഫുൾ എ സിയിൽ, ഇടയ്ക്കിടയ്ക്ക് എ സിക്ക് റെസ്റ്റ് കൊടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം ചൂട് തുടങ്ങിയപ്പോഴത്തേക്ക് ആകാശമോക്കും പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവൾക്ക് ചൂടിൻ്റെതായ ബുദ്ധിമുട്ട്, കാരണം അവൾക്ക് ചൂട് വന്നിട്ടാണല്ലോ ഇങ്ങനെ ആയത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു ആകാശമൊക്കെ എന്താ പറ്റിയെന്ന്. അപ്പോഴും ഞാൻ വിചാരിച്ചെങ്കിൽ വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ച്. ആകാശമോക്ക് ഫസ്റ്റ് തന്നെ പറയാം, ജന്മനാ അല്ല മോൾ ഇങ്ങനെ ആയത്. ജനിച്ചപ്പോൾ മോള് നോർമലായിരുന്നു. പിന്നെ കറക്റ്റ് മാസത്തിൽ 10ാം മാസത്തിലൊക്കെയാണ് ജനിച്ചത്. ഡ്യൂറേഷനൊക്കെ കറക്റ്റായിരുന്നു. പിന്നെ ജനിച്ച ഉടനെ കരഞ്ഞു. അപ്പം പിന്നെ കമന്ന് വീഴുക, എഴുന്നേറ്റ് ഇരിക്കുക, നിൽക്കുക, നടക്കുക എല്ലാം കറക്റ്റ് സമയത്തായിരുന്നു കേട്ടോ. അപ്പോൾ 1.5 വയസ്സിൽ നമ്മൾ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു വെക്കേഷൻ സമയത്ത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ കറക്റ്റ് 8 വർഷം ആവുന്ന, 7 വർഷം മുമ്പ് കറക്റ്റ് ഈ ഏപ്രിൽ മാസം നമ്മൾ വെക്കേഷന് നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ സമയത്ത് അവിടെ നല്ല ചൂടാണല്ലോ ഏപ്രിൽ സമയത്ത്. ആ ചൂടത്ത് മോക്കൊരു പനി വന്നു കേട്ടോ. പനി വന്നിട്ട് ആ പനി അങ്ങ് കൂടിയിട്ട് മോൾക്ക് ഫിക്സ് വന്നിട്ടാണ് മോൾക്ക് ബ്രെയിൻ ഡാമേജ് ആയി. മോള് ഫുള്ള് തളർന്നു. അതിനു മുമ്പ് മോള് ഓടി നടക്കുകയും വർത്താനം പറയുകയും ഒക്കെ ചെയ്യായിരുന്നു. അവിടെ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഇപ്പോഴും ഫോണിനകത്തുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു, കുറച്ച് ഫോണിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നാണ് മോള് മൊത്തത്തിൽ തളർന്നു പോയി. പിന്നെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു കേട്ടോ. പനി കൂടി ഫിക്സ് നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു ഹോസ്പിറ്റലാട്ടോ കൊണ്ടുപോയത്. അപ്പോൾ ഇതൊക്കെ ഫിക്സ് വന്നത് ഒരു പ്രത്യേക രീതിയിലാട്ടോ വന്നത്. ഞാൻ ഒക്കെ ഫിക്സ് വന്നേക്കുന്ന കണ്ടിരുന്നു, ഈ വായിക്കൂടെ എന്ന് പറയുമ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും വന്നില്ല. കണ്ണ് മാത്രം മേലോട്ട് പോയി, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പല്ല് കടിച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് അങ്ങനെ കേട്ടോ മോക്ക് പ്രശ്നമായത്. പുറത്ത് ആരോ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതാട്ടോ ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിച്ച്. അച്ഛയല്ല, വേറെ ആരാണ്ട. നമ്മുടെ ഹൗസ് ഓണർ വന്നിട്ട് അച്ഛയിൽ നിന്ന് അന്വേഷിച്ചിട്ട് പോയതാട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു. മോളെ ഞാൻ കിടത്തി കേട്ടോ, കാരണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അവൾ കേൾക്കണ്ടെന്ന് വിചാരിച്ച്. പിന്നെ തിളപ്പിച്ച് ചുറ്റാൻ വേണ്ടി ചോറ് വെച്ചേക്കുന്ന കേട്ടോ, അതിൻ്റെ സൗണ്ട്. ഞാൻ ഇച്ചിരി തീ ഉറച്ച് വെച്ചോട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പോഴാണെങ്കിലും മോടെ കാര്യത്തിന് നമ്മൾ ഇത് സമ്മതിക്കത്തില്ല. ഒരു നിമിഷമായി